ഹായ് മച്ചാമരെ, അനന്തുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ലക്സംബർഗിലെ വീഡിയോ ആണ്. ലക്സംബർഗിൽ ഒരുപാട് അൺസ്കിൽഡ് വേക്കൻസീസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തന്നെ, ലക്സംബർഗ് ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ലിങ്ക് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലിങ്കിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതികൾ, അതിന് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണം, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ട രീതികളും ഞാൻ ഒരു ലിങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് അതിനുശേഷം മറ്റുള്ള ലിങ്കുകളിലും നിങ്ങൾക്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കുള്ള കഫേയിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വയം അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ജോലി നമുക്ക് തന്നെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത്. ലക്സംബർഗിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു സൈറ്റാണിത്. അപ്പം randstad.lu എന്നാണ് സൈറ്റിൻ്റെ പേര്. ക്രോം ബ്രൗസറിൽ കയറിയിട്ട് നമ്മളിതാ ഇവിടെ 3 ഡോട്ട് കാണും. ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഒരുപാട് വേക്കൻസികൾ അവർ ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഹോം പേജിൽ തന്നെ കയറുമ്പോൾ കാണിക്കും ഒരുപാട് ഇതെല്ലാം ജോബുകളാണ്. ഇവിടെ താഴെ ഷോ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെയും കുറേ ജോലികൾ വീണ്ടും കാണിക്കും. അതിനകത്ത് നമുക്കിപ്പോൾ മെക്കാനിക്കിനുണ്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട്. ഇപ്പം നമുക്ക് എന്താ പറയുക, നല്ല ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വട്ടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ വീണ്ടും ശ്രമിക്കുക. കാരണം നമുക്ക് നഷ്ടമില്ല. നമ്മൾ ജസ്റ്റ് ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതിപ്പം ഇതിനകത്ത് ഇപ്പോൾ ടെക്നീഷ്യൻ കാണിക്കുന്നുണ്ട്, ഒരുപാട് വേക്കൻസികൾ കാണിക്കുന്നുണ്ട് നിലവിൽ. ഓപ്പറേറ്റർ, ലൈസർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആയിരിക്കും ഇനി കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ സൈഡിൽ സമ്മറി കാണിക്കുന്നുണ്ട്. ലക്സംബർഗ് സെൻറ്റർ 17 to 24. ഇതാണ് സാലറി പറയുന്നത്. ഓക്കെ, ടെമ്പററി ആയിട്ടാണ് കേട്ടോ ഈ ഒരു വേക്കൻസി. ഇതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള വേക്കൻസികൾ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, അതിനകത്ത് കാണിക്കും പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അവരുടെ മെയിൽ ഐ ഡി, അവരുടെ കോൺടാക്ട് നമ്പർ, അതായത് ഇപ്പം നമ്മൾ ഈ ജോലി എടുത്തിരിക്കുന്നവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഫറൻസ് നമ്പർ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് അവർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ ഓപ്പറേറ്റർ ലൈസൻസ് എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം കാണിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് അപ്ലൈ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ന്യൂ യൂസർ, അതുപോലെ തന്നെ ലോഗിൻ കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുന്നത് ന്യൂ യൂസറാണ് കേട്ടോ. ന്യൂ യൂസറിനകത്താണ് ഇപ്പോൾ കിടക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒരു അക്ഷരം പോലും, ഒരു സ്പെല്ലിങ് പോലും മാറിപ്പോകരുത്. അതുപോലെ തന്നെ പാസ്വേഡ്, അതായത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് അത്യാവശ്യമാണ്, അത് മറക്കരുത്. അത് കൊടുക്കുന്ന പാസ്വേഡ് അതുപോലെ തന്നെ 8 ക്യാരക്ടർ വേണം. ഒരു സ്മാൾ ലെറ്ററും ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു നമ്പരും ഉണ്ടായിരിക്കണം ആ ഒരു പാസ്വേഡിനകത്ത്. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് അനന്തു എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അടിക്കുക, ANNDHU അടിച്ചിട്ട് ഒരു 1 കൊടുക്കുക. എന്നിട്ട് ഒരു ആഷോ അല്ലെങ്കിൽ ഒരു സ്റ്റാറോ കൊടുക്കുക. എന്നിട്ട് അത് റീടൈപ്പ്, അതായത് പാസ്വേഡ് അടിച്ചിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ ജെൻഡർ കൊടുക്കുക, പിന്നെ നാഷണാലിറ്റി കാണിക്കുന്നുണ്ട്. അതിപ്പം നിങ്ങൾ യൂറോപ്പിലാണെങ്കിൽ, ഓൾറെഡി യൂറോപ്പാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നോൺ യൂറോപ്പ് കൊടുക്കുക. പിന്നെ പ്ലീസ് സെലക്ട് കൺട്രി, നമ്മൾ ഇന്ത്യ കൊടുക്കുക, നോൺ യൂറോപ്പ് കൊടുക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, പോസ്റ്റൽ കോഡ് കൊടുക്കുക, സ്ട്രീറ്റ് കൊടുക്കുക, ഹൗസ് നമ്പർ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നത് നമ്മളെ ഇവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ് മസ്റ്റായിട്ട് വേണം. ഇമെയിൽ അഡ്രസ്സിലായിരിക്കും അവർ ചിലപ്പോൾ മെയിലൊക്കെ അയക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക, സെക്ടർ കൊടുക്കുക, ജോബ് പ്രിഫറൻസ് കൊടുക്കുക, എക്സ്പീരിയൻസ് ലെവൽ കൊടുക്കുക, ലാംഗ്വേജ്, നിങ്ങൾക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാം എന്നുള്ളത് കൊടുക്കുക. പിന്നെ സി വി അപ്ലോഡ് ചെയ്യുന്നവിടാണ് നമ്മൾ CV ക്രിയേറ്റ് ചെയ്ത് വെക്കുക. CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു കവർ ലെറ്റർ വേണം കൊടുക്കാൻ. അതായത് ലക്സംബർഗിലേക്ക് ഉള്ള CV നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റെഡിയാക്കി തരാൻ പറ്റും. അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ലക്സംബർഗിലേക്ക് കൊടുക്കാനാണ്, യൂറോപ്പ് CV വേണം. അപ്പം നല്ലൊരു കവർ ലെറ്ററൊക്കെ ആക്കി അവർ ആ ഒരു CV തയ്യാറാക്കി തരും. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് തന്നെ CV നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ CV ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് PDF അതുപോലെ തന്നെ ഡോക്യുമെൻ്റായിട്ട് കൊടുക്കാം, JPG ആയിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ആഡ് ഫയലിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു PDF ആണെങ്കിൽ PDF അത് കൊടുത്തിട്ട് കൊടുക്കുക. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക.
അപ്ലൈ ഫോർ ജോബ് കൊടുക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ, അതായത് ഇനിയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളെ ഇമെയിൽ വഴി കോൺടാക്റ്റ് ചെയ്തോളും. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ചെയ്യാനുള്ളതെന്നുള്ളത് അവർ ഇമെയിൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ തന്നെ നോക്കാം. ഒരുപാട് ജോബൊക്കെ ഇപ്പോഴും ലക്സംബർഗിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാലോ, വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 രാജ്യമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പിൽ ഏറ്റവും നമ്പർ 1 രാജ്യം ലക്സംബർഗാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാർക്ക് നല്ല ഇങ്ങനെയുള്ള ജോലിയൊക്കെ വേണം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരിലോട്ടൊന്ന് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാതിരിക്കത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്.